സദ്യയിലെ ഒരു പ്രധാന തൊടുകറിയാണ് ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി പായസത്തിൻ്റെ തൊടുകറി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇഞ്ചിക്കറിക്ക് പലതരത്തിൽ പേരുകളുണ്ട്. ഇഞ്ചിപ്പുളി, പുളിയിഞ്ചി, വറുത്തരച്ച ഇഞ്ചിക്കറി, അങ്ങനെ. ഇപ്പോൾ ഓണം സ്പെഷ്യൽ ഇഞ്ചിക്കറി കണ്ടാലോ? പുളിയിലേക്ക് അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം നല്ലെണ്ണ ചേർത്ത് വട്ടത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി കഷ്ണങ്ങൾ ചേർത്ത് വറുത്ത് കോരേണ്ടതാണ്. ഇനി ഇതിലേക്ക് അല്പം കൊച്ചുള്ളിയും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് വറുത്ത് കോരാം. കരിഞ്ഞു പോകാതെ വറുത്തെടുക്കേണ്ടതാണ്. വറുത്തുകോരിയ ഇഞ്ചി കഷ്ണങ്ങൾ ഒന്ന് തണുത്തതിന് ശേഷം മിക്സി ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം പുളിവെള്ളം കൂടി ചേർത്ത് ഒന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ അല്പം നല്ലെണ്ണ ചേർത്ത് കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് ഒന്ന് താളിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളായി മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി എന്നിവ ചേർത്ത് കരിഞ്ഞു പോവാതെ മൂപ്പിച്ചെടുക്കുക. ഇനി അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പുളി മിക്സ് ആവശ്യത്തിൽ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ്, ശർക്കര എന്നിവ ചേർത്ത് ഒന്ന് ഇളക്കി ചേർക്കാം. എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ മധുരം ചേർത്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. എണ്ണ തെളിയുമ്പോൾ ഇഞ്ചിക്കറി പാകാവുന്നതാണ്. അപ്പോൾ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ശരി, ബൈ.